ഹലോ കൂട്ടുകാരെ, നമ്മുടെ മീട്ടുമാണ് നിൽക്കുന്നത്. എന്നെ കണ്ടിട്ടില്ല കക്ഷി. വാ, നീ എവിടെയായിരുന്നു? കൈ കുറഞ്ഞ? കൈയുടെ കുറഞ്ഞില്ലേ നിൻ്റെ? ക്ഷീണമുള്ള ഇന്നലെ കണ്ടില്ലല്ലോ മീട്ടോ. എവിടെയായിരുന്നു? ഞാൻ പോണിട്ടാ. ഇപ്പം അതൊക്കെ പോര്. കൂട്ടുകാരെ, ഈ കുഞ്ഞിനെ ഇവിടെ ആരോ ഉപേക്ഷിച്ചതാണ്. നമ്മുടെ അമ്മ ഡോഗും കുഞ്ഞും ഉണ്ടായിരുന്ന സ്ഥലത്ത് ആണ് ഇവൻ വന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനവിടെ കാണുമായിരുന്നു. പിന്നെ ഇവനൊക്കെ വീട്ടിൽ വളർന്നത് കൊണ്ട് എന്തോ വീടും ചുറ്റിപ്പറ്റി അങ്ങനെ വന്നു. പിന്നീട് നമ്മുടെ കുഞ്ചു, ഈ അമ്മ ഡോഗിൻ്റെ മകൻ നിന്നോട് തന്നെ നമ്മൾ അവനെ ആക്കി സേഫാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഭക്ഷണം എത്തിക്കുന്നുണ്ട്, അവരും എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലാബാണ്. ഈ ലാബിനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇത് ആരും ഉപേക്ഷിച്ചതാണ്. അവൾ ഒരുപാട് പ്രസവിച്ച് കൂട്ടി. അവളെയും വന്ധീകരിക്കണം. നമ്മുടെ ബ്ലാക്കിയേ പിന്നെ നമ്മുടെ ബ്ലാക്കിക്ക് ഇപ്പോൾ അവിടെ വെച്ച് ചേച്ചി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാറ്റാ, ബൈ. ഞാൻ പോണിട്ടാ. പതുക്കെ തിന്നിട്ട് പോരും. നമ്മുടെ ചിക്കുന് ചെറിയ രോമം കൊഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് റൗണ്ടിൽ രോമമൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. മരുന്ന് കൊടുക്കണം. പലരും വീഡിയോ ഫുള്ള് കാണുന്നില്ല. ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ. വീണ്ടും പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നു ഇവൾക്ക് എന്താ പറ്റിയത്. അവൾക്കൊന്നും പറ്റിയതല്ല. അവളെ പരിസരത്ത് ആരോ കളഞ്ഞതാണ്. ഞാൻ കാണുമ്പോൾ തീർത്തും അസ്ഥികൂടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കൊരു നേരം പോലും ഫുഡോ വെള്ളമോ ഒന്നും ആ കുഞ്ഞിന് കിട്ടിയിരുന്നില്ല. അവൾ ആരോ കൊണ്ട് കളഞ്ഞിട്ട് അവിടെ ഒരു വീടിൻ്റെ പരിസരത്ത് പ്രസവിക്കുന്നു. അവരാ കുഞ്ഞുങ്ങളെ അവളെയും കൊണ്ട് വേറെ സ്ഥലത്ത് കളയുന്നു. അവൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഈ വീടിൻ്റെ പരിസരത്ത്, കളഞ്ഞ വീടിൻ്റെ പരിസരത്ത് തന്നെ എത്തി അവിടെ വേറൊരു വീട്ടിൽ അഭയം തേടുന്നു. ആരും അവളെ ശ്രദ്ധിക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ ചെയ്തില്ല. അതിന് കാരണം ഭക്ഷണം കൊടുത്താൽ ഇവിടുന്ന് ഡോഗ് പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും പറയുകയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കരുന്ന് ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ല. തീർത്തും അവശ്യ നിലയിലാണ് ഞാൻ കാണുന്നത്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവസാനം ഉള്ള കുഞ്ഞുങ്ങളും മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഞാനവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവളിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണം. എല്ലാവരും അതിന് സഹായിക്കണം. അതൊക്കെ കഴിച്ചാൽ മതിട്ടോ. നമ്മുടെ കേശുവിൻ്റെ ഇത് കുറവുണ്ട്. രോമം കൊഴിച്ചിലൊക്കെ കുറവ്, രോമമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ 2 കണ്ണിലൊന്നും വല്ലാതെ പീള കിട്ടി. വല്ലാത്തൊരവസ്ഥയാണ് കാണുമ്പോൾ. ഒരു കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഡോക്ടറോട് നമ്മൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് റിപ്ലൈ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പാവം, എപ്പോഴും അസുഖമാണ് നമ്മുടെ കേശുവിന്. പാവമാണ്. എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവളെ കൂടി വന്ധീകരിക്കണമെന്നുണ്ട്. ഇതൊരു ലാബാണ്. എല്ലാവരും സഹായിച്ചാൽ നമുക്ക് ഇത് നടത്താൻ പറ്റും.